ചന്തു അല്ലേ? അച്ഛൻ പറഞ്ഞായിരുന്നു. വാ കേറി പോയി. ഡിയർ സ്റ്റുഡൻസ്, ഇത് ചന്തു, നമ്മുടെ ക്ലാസ്സിലെ പുതിയ അഡ്മിഷനാണ്. പള്ളുരുത്തിക്കാരനല്ലേ? അച്ഛൻ മരിച്ചതുകൊണ്ട് പഠിത്തം പാതി വഴിയിൽ മുടങ്ങിയ ചന്തു നമ്മുടെ പ്രിൻസിപ്പൽ അച്ഛന്റെ കാരുണ്യത്താലാണ് ഇവിടെ വീണ്ടും പഠിക്കാൻ വന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ചന്തുവിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അവിടെ പോയിരുന്നോളൂ. പിന്നെ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ടീനാൻ ഗ്രൂപ്പിന്റെ ഡാൻസ് എന്തായാലും ഉണ്ടാവൂലോ. നോക്കണ്ട, ഈ പൊക്കം വെച്ചിട്ട് ഇവിടെ ഇരിക്കണെങ്കിലേ ഊഹിക്കാലോ, കയ്യിലിരിപ്പിച്ചിട്ട് പെശക. നമുക്ക് ഇന്നലെ പഠിപ്പിച്ചതിന്റെ ബാക്കി അങ്ങ് തുടങ്ങിയേക്കാം അല്ലേ? സാറേ, ഇന്ന് ടെസ്റ്റ് പേപ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓ, ടെസ്റ്റ് പേപ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ? ശരി, എല്ലാവരും പേനയും പേപ്പറും. പിന്നെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് പരീക്ഷ ഇട്ടില്ലെങ്കിൽ വെറുതെ ആവില്ലേ? ഈ പുള്ളി അക്കൗണ്ടൻസി പഠിപ്പിക്കുന്ന. ചന്തു എക്സാം എഴുതണ്ട, ഇന്ന് വന്നല്ലേ ഉള്ളൂ. ബാക്കി എല്ലാവരും റെഡിയായി. നിങ്ങളൊന്നും പരീക്ഷ എഴുതല്ലേ? ലാസ്റ്റ് ബെഞ്ചിലിരിക്കുന്ന ആരെങ്കിലും പരീക്ഷ എഴുതി പാസ്സായ ചരിത്രം നീ കേട്ടിട്ടുണ്ടോ? ഇവിടെ ഇരിക്കുന്ന രാഷ്ട്രീയ നേതാവ്, സിനിമ നടൻ, സംവിധായകൻ, അങ്ങനെയൊക്കെയാണ്. നിനക്ക് പഠിച്ചുള്ള ഡോക്ടർ എഞ്ചിനീയർ ആണെങ്കിൽ നീ പോയി ഫ്രണ്ട് ആയിരുന്നു. ഇവിടെ പറ്റത്തില്ല. അവൻ എവിടെയും പോകുന്നില്ല. ക്വസ്റ്റ്യൻ കണ്ടോ? സ്റ്റാർട്ട് ചെയ്തോ. പരീക്ഷ എഴുതിയിട്ടും പേപ്പർ കിട്ടാത്ത മഹാമാരൊന്ന് എഴുന്നേറ്റേ കാണട്ടെ. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ പേപ്പർ കണ്ടപ്പോ എനിക്ക് കുളിര് കോരിട്ട് മേലായിരുന്നു. നമ്മുടെ ക്ലാസ്സിലെ അഭിമാന സ്തംഭങ്ങൾ. അപമാനോന്നല്ലേ പറയുന്നത്? അടിച്ചത് കോപ്പിയാന്ന് മനസ്സിലായി. അപ്പൊ എങ്ങനെയാ കൂട്ടത്തിൽ ആരാ ഇവിടെ ഒന്ന് എഴുതണേ? ഓക്കെ ഫൈൻ. ലാസ്റ്റ് ബെഞ്ചിന്റെ മാനം കാത്തിട്ട് വരാം. നീ അവിടെ ചെന്ന് എന്ത് ചെയ്യാൻ പോണ്? സാറേ, ഞങ്ങള് ബോർഡിൽ എഴുതി കഴിഞ്ഞാ സാറിന് ഇനി കുളിര് കോരും. ഇത് ഇവിടെ സ്ഥലം കൊടുത്തതിന് ചന്തുവിന്റെ സംഭാവനയാണ്. ചെയ്തത് കള്ളത്തരാണെങ്കിലും നിങ്ങളുടെ സത്യസന്ധത എനിക്ക് ഇഷ്ടപ്പെട്ടു. മൂന്നവിടെ ഇരുന്നോ. പുറത്താക്കിയില്ലല്ലോ. പഠിപ്പിച്ച 4-5 കൊല്ലോട്ടി ആയത് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കണം. നീയാണോ ടീന ക്ലാസ്സിലെ പുതിയ ഇറക്കുമതി? പഠിക്കാൻ വന്നാൽ പഠിച്ചിട്ട് പോകണം. അവളെ പുറകെ നടക്കാനൊന്നും നിക്കണ്ട കേട്ടോ. നിന്റെ മറ്റേ കൈ കൊണ്ട് ഓടിച്ചാലേ പിന്നെ നിനക്ക് കുണ്ടി അയക്കാൻ പറ്റില്ല. നീ വന്ന് എഴുതടാ. എന്തേ കാണാട്ടാ? കാണിക്കാടാ, എന്താ കാണണ്ടേ? ഓസിന് അടിവാങ്ങാൻ വന്നേക്കോ. അവനൊരു വേട്ടാവളിയാണടാ. നീ അധികം ഒറ്റയ്ക്ക് നടക്കണ്ട കേട്ടോ, ഗ്യാങ്ങിൽ നിന്നാ മതി. അവനാ ടീനോടുള്ള പ്രേമം കൊണ്ടുള്ള ക്രിമിനടിയാ. നീ കാര്യമൊക്കെ ഒന്നും വേണ്ട. ടീനെ നന്നായിട്ടില്ലേ? ഇല്ലേ? അതവിടെ ഇരുന്നോട്ടെ. ചൂടാവല്ലേ? സൗന്ദര്യം നീ ഇത് ഇവിടെ നാളെ എത്ര ടൈമിങ് വരുന്ന കുരിപ്പേ? പിന്നെ അതൊന്ന് പിടിച്ചേക്കണേ. അല്ലെങ്കിലും നമ്മുടെ പ്രേമൊക്കെ എഴുതി വെക്കുന്ന എന്തിനാ? അത് നമ്മുടെ മനസ്സിലുണ്ടായ പോരെ അല്ലേ? The ethanol is dehydrated in the presence of sulfuric acid. എന്താ അവിടെ? സ്റ്റാൻഡ് അപ്പ്. എന്താ അവിടെ പരിപാടി? ഞാൻ ഡൗട്ട് ചോദിക്കായിരുന്നു മിസ്. ഡൗട്ടോ? എന്ത് ഡൗട്ട്? ആസിഡിനെ പറ്റി. ആസിഡ്? റബ്ബർ ഷീറ്റിൽ ഏത് ആസിഡാ യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കും. ഓഹോ, H2SO4 ന്റെ കെമിക്കൽ നെയിം എന്താ? മെർക്കുറി. സൈലൻസ്. Both of you come here. Get out. Thank you, miss. Thank you. നിനക്കും പുറത്തു പോണോ?
അല്ല മിസ്സേ, ഡാൻസ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. എല്ലാവരും കുറെ ആയി വെയിറ്റ് ചെയ്യുന്നു. ഞാനും കൂടി ചെന്നാലും റിഹേഴ്സൽ നടക്കും. ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ചാട്ടം തൊഴിലൊക്കെ മതി. അവിടെ ഇരിക്കെ. ഞങ്ങളെ ലാസ്റ്റ് ഇയർ അല്ലേ മിസ്സേ, ഞങ്ങൾക്കൊന്നും ആഘോഷിക്കണ്ടേ? ആഘോഷിക്കണം. ആഘോഷിച്ചോ. അവസാനം ഇന്റേണൽ മാർക്സ് ചോദിച്ചു വരുമ്പോ ഞാനും ഒരു ആഘോഷമാക്കും കേട്ടോ. എടാ നീ കോരമംഗലം 3 സ്റ്റാർ ഹോട്ടലിലെ ബിരിയാണി കഴിച്ചിട്ടുണ്ടോ? ഏയ് എന്നാ ഇന്ന് ഉച്ചക്ക് നമുക്ക് ബിരിയാണി കഴിക്കാം. നിന്റെ തരം. നിങ്ങളുടെ എല്ലാ ദിവസവും ചെലവാ. എന്തായി ആ അതെ അവന്മാര് വന്നു. കാശ് എടുക്ക്. ഇനി അതുപോലെ ടച്ചിങ്സ് വേണ്ടേ? ടച്ചിങ്സാ. അപ്പൊ പോയരാ. ഇതാ നിക്കണേ. താനേതാ? ഞാൻ അവിടെ പഠിക്കണം ടീച്ചർ. ഏത് ഡിപ്പാർട്ട്മെന്റ്? കൊമേഴ്സിൽ. കൊമേഴ്സോ? ഞാൻ ഇന്നലെ ജോയിൻ ചെയ്തോളൂ. വീട് എവിടെ നിന്റെ? കൊച്ചിയിലാണ്, പള്ളുരുത്തി. കൊച്ചി. നീ കഞ്ചാവ് അടിച്ചിട്ടുണ്ടോ? നിന്റെ കണ്ണു ഇരിപ്പുണ്ടല്ലോ. നീ എവിടെയാ കഞ്ചാവ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ? കാണിച്ചേ. ആ പോക്കറ്റ് ഒന്ന് കാണിച്ചേ. പോക്കറ്റിലെന്നാ നോക്കട്ടെ. ഈ പോക്കറ്റ് ഒന്ന് കാണിച്ചേ. പഠിക്കാൻ വന്നതിന്റെ എന്തിനാ ഇത്ര പൈസ? അമ്മ എനിക്ക് തന്നാണ്. ഞാൻ ഇവിടെ അമ്മാവന്റെ വീട്ടിലാണ് നിന്ന് പഠിക്കണം. നീ ആ ഷൂസ് ഒന്ന് ഒരുക്കേ. ടീച്ചർ എൻ്റെ ഒന്നും ഞാൻ ഇല്ല. നോക്കട്ടെ. ദേ, ആ സോക്സ് ഒന്ന് ഊരിക്കൊടഞ്ഞേ. നിന്റെ കയ്യിലൊന്നും ഇല്ല, പിന്നെ പേടിക്കുന്ന എന്തിനാടാ? എന്താ ടീച്ചറെ, എന്താ പ്രശ്നം? സാറേ ഇവൻ കഞ്ചാവാണോന്നൊരു സംശയം. ഞാനൊന്ന് പരിശോധിച്ചതാ. നല്ലതാ. ഇപ്പൊ സ്വർണം കടത്തണ മാതിരിയാണ് പല ദ്വാരങ്ങളെ ഒരു സാധനം വെക്കണത്. ടീച്ചർ എല്ലാ ദൂരം പരിശോധിച്ചിട്ട് വിട്ടാ മതി. ആ മക്കളെ ടീച്ചർ എൻ്റെ അങ്ങനെ ഒരു സാധനവും ഇല്ല. ആ നിനക്കൊരു പണിയുണ്ട്. നീ എൻ്റെ കൂടെ വാ. ഇത് മേടിക്കാൻ ഓഡിറ്റോറിയത്തിൽ കൊണ്ട് കൊടുക്കും. പോ. ചന്തു മുങ്ങിയ ചന്ത വിടറാ. അവനെ മെർക്കുറി നോക്കിടാ, സീനായി. എന്തിനാടാ? എടാ അവർക്ക് വെക്കാൻ വല്ല കാരണമാണ്. ഹലോ, കഥ പറഞ്ഞെങ്കിൽ പോവാം. ഗ്ലൂക്കോസ് അല്ല കയ്യിലിരിക്കണം. ആ പെട്ടെന്ന് കേറ്.